മെസ്സി വരാത്തതിന്റെ ഉത്തരവാദിത്തം സ്പോൺസറുടെ തലയിലിട്ട് കായിക മന്ത്രി ഒഴിയുമ്പോഴും ഇനിയും സർക്കാർ ഉത്തരം പറയേണ്ട ചോദ്യങ്ങൾ ബാക്കിയാണ്. തീരുമാനമാകാതെ മെസ്സി വരുമെന്ന് കായിക മന്ത്രി എങ്ങനെ പ്രഖ്യാപിച്ചു എന്നടക്കമുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നും തൃപ്തികരമായ വിശദീകരണങ്ങൾ നൽകാൻ കായിക മന്ത്രിക്കായിട്ടില്ല. മുൻപ് മെസ്സി വരുമെന്നുള്ള കായിക മന്ത്രിയുടെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയാണെന്നുള്ള ആക്ഷേപങ്ങളും ശക്തമായി. ഉപതെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ മെസ്സി വരുമെന്ന് പ്രഖ്യാപിച്ചു മന്ത്രിയും സർക്കാരും കിട്ടാനുള്ള കയ്യടി ആദ്യമേ വാങ്ങി. എന്നാൽ പണി പാളിയപ്പോൾ പല ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരമില്ല. ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ഇങ്ങനെ പോകുന്നു. മെസ്സി വരുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? മന്ത്രി സ്പെയിനിൽ പോയത് എന്തിന്? പൂർണ്ണ ഉത്തരവാദിത്വം സ്പോൺസർക്ക് മാത്രമാണോ? സ്പോൺസറെ ചുമതലപ്പെടുത്തിയ സർക്കാരിന് ഒന്നിനും ഉത്തരവാദിത്തമില്ലെന്നു കൂടിയാണ് കായിക മന്ത്രിയുടെ ഇപ്പോഴത്തെ വാദങ്ങളിൽ നിന്നും വ്യക്തമായത്. ഇതോടെയാണ് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി വിശദീകരിക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉയർത്തുന്നത്. അതിന് സർക്കാർ ഉത്തരം പറയണം. പ്രതികൂട്ടിൽ നിൽക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപ കാര്യത്തിൽ ചെലവഴിച്ചു. മന്ത്രി സ്പെയിനിൽ പോയതിന്റെ പണം ഖജനാവിലേക്ക് തിരിച്ചടക്കണമെന്ന ആവശ്യവും പ്രതിപക്ഷം മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. അങ്ങനെ സർക്കാരിന്റെ വീഴ്ച കൊണ്ടാണ് അതില്ലാതായതെങ്കിൽ അതിന് വ്യക്തത വരുത്തണം. ആ വ്യക്തത വരുത്താൻ കഴിയാത്ത പക്ഷേ പൈസ തിരിച്ചടക്കാൻ CPM തയ്യാറാവണം. മന്ത്രിയും സ്പോൺസറും കൈയൊഴിയുമ്പോൾ ചതിക്കപ്പെട്ടത് ആരാധകർ മാത്രമാണ്. കാര്യങ്ങൾ കേരളത്തിനു കൂടി പേരുദോഷം സൃഷ്ടിക്കുന്നതിലേക്കും എത്തിയെന്ന ആക്ഷേപവും ശക്തം. മീഡിയ 1 തിരുവനന്തപുരം.